നമസ്കാരം. ആൻതെ 2026 വിദ്യാർത്ഥികൾക്ക് 100% വരെ സ്കോളർഷിപ്പ്, 2.5 കോടി രൂപ ക്യാഷ് പ്രൈസ്. സ്കോളർഷിപ്പ് പരീക്ഷയായ ആകാശ് നാഷണൽ ടാലന്റ് ഹെഡ് എക്സാം 2026 രജിസ്ട്രേഷൻ ആരംഭിച്ചതായി ആകാശ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിയുന്നതിനും മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പ് വിലയിരുത്തുന്നതിനുമായി നടത്തുന്ന പരീക്ഷയിൽ കഴിഞ്ഞ 16 വർഷത്തിനിടെ 1 കോടിയിലധികം വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശാസ്ത്രീയമായ വിലയിരുത്തലിലൂടെ വിദ്യാർത്ഥികളുടെ വിലയാധിഷ്ഠിത അറിവ്, വിശകലന ശേഷി, പരീക്ഷാ സമയത്തെ സമീപനം എന്നിവ പരിശോധിക്കുന്നതാണ് ആൻതെ. പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ 100% വരെ സ്കോളർഷിപ്പ്, 2.5 കോടി രൂപയുടെ ക്യാഷ് പ്രൈസുകളും നേടാനുള്ള അവസരമുണ്ട്. ഓൺലൈൻ പരീക്ഷ 2026 ഒക്ടോബർ 27 മുതൽ നവംബർ 1 വരെയും, ഓഫ്ലൈൻ പരീക്ഷ ഒക്ടോബർ 11, 15, നവംബർ 1 തീയതികളിലും നടക്കും. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് വിശദമായ ആൻതെ ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിക്കും. ഇതിലൂടെ സ്വന്തം ശക്തിയും മെച്ചപ്പെടുത്തേണ്ട മേഖലകളും ദേശീയ തലത്തിലുള്ള പ്രകടന നിലയും മനസ്സിലാക്കാൻ സാധിക്കും. നീറ്റ് UG 2026 ആദ്യ 100 റാങ്കുമാരിൽ ആകാശിന്റെ 41-ൽ 31 പേരും നേരത്തെ ആൻതെയിൽ യോഗ്യത നേടിയതാണെന്നും JEE അഡ്വാൻസ്ഡ് 2026 ആദ്യ 100 റാങ്കുകാരിൽ 11-ൽ 7 പേരും ആൻതെയിലൂടെ എത്തിയവരാണെന്നും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിൽ 135 കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ ഒരു വർഷം. അതിൽ 130 ഇന്ത്യക്കാർക്കും ബാക്കി 5 കുട്ടികൾ നമ്മുടെ ഫ്രണ്ട്ലി കൺട്രീസിൽ നിന്ന് നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ സൗഹൃദ രാജ്യങ്ങളിൽ നിന്ന്. ആ 130-ൽ 100 ആൺകുട്ടികളും 30 പെൺകുട്ടികളെ കിട്ടുള്ളൂ. അപ്പോൾ ഒരു വർഷം ഇന്ത്യയിൽ നിന്ന് 30 പെൺകുട്ടികൾക്കാണ് FMCയിൽ കിട്ടുക. നീറ്റ് എഴുതി അതിനുശേഷം ടോളർ എഴുതി 5 ഘട്ടങ്ങളിലൂടെയാണ് എത്തുക. അതിന്റെ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് ഈ ബ്രാഞ്ചിൽ പഠിച്ച കുട്ടിക്കാണ്. ഈ 30-ൽ 1ാമത്തെ റാങ്ക് ആ കുട്ടി സൗമ്യ എന്ന് പറഞ്ഞ കുട്ടി ഇവിടുന്നാണ് ഉണ്ടായത്. അപ്പൊ അത്രയും മികച്ച നേട്ടങ്ങൾ നമ്മൾ എത്തിക്കാൻ നമ്മുടെ സ്റ്റുഡൻസ് ആണ്, പഠിപ്പിച്ച ടീച്ചേഴ്സാണ് ഇട്ടിരിക്കുന്നത്. അവരാണ് അതിന്റെ പ്രൗഡ്. പ്രഭാപുഞ്ച് സ്റ്റേറ്റ് ഹെഡ് മിഥുൻ R. ചന്ദ്രൻ, ഡെപ്യൂട്ടി റീജിയണൽ സെയിൽസ് ആൻഡ് ഗ്രോത്ത് ഹെഡ് ജയകൃഷ്ണൻ KP, ബ്രാഞ്ച് ഹെഡുമാരായ സുഭാഷ് ചന്ദ്രബോസ്, വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.